ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണോ അല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങളിതേ ജോർജിയയിലെത്തി. സെക്കൻഡ് ഡേ ആണ് കേട്ടോ. നമ്മൾ മെയ് ഫസ്റ്റിനാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ അവിടുത്തെ സ്ട്രീറ്റിലും അവിടുത്തെ മാർക്കറ്റിലൊക്കെ പോയി അവിടുത്തെ കുറച്ച് ഒതൻറ്റിക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഡേ മോർണിംഗിൽ തന്നെ നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് അവിടെ അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടിലേക്കൊക്കെ നമ്മൾ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നിന്നിരുന്ന ഹോട്ടലിൽ മോർണിംഗ് 10 വരെയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിംഗ് ഉണ്ടായിരുന്നത്. നമ്മളൊരു ആഫ്റ്റർ 8 ആയപ്പോഴാണ് റെഡി ആയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇനി ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകുമ്പോൾ ഒരു ആഫ്റ്റർ 8 പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം അതിൻ്റെ മുന്നേ ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു 3 ദിവസം ടിബിലിസിലാണെങ്കിലും ഗദൗരിയിലാണെങ്കിലും മോർണിംഗ് 8 ശേഷം പോയപ്പോഴാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അത്യാവശ്യം തിരക്ക് കുറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ത്യൻസിന് ഓക്കെ ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റിന്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഫുഡ് തന്നെയായിരുന്നു. നമ്മൾ ഇന്ന് ഫസ്റ്റ് പോകുന്നത് വൈനറി കരീബയിലേക്കാണ് കേട്ടോ. ലോകത്തിൽ ആദ്യം തന്നെ വൈൻ ഉണ്ടാക്കിയ രാജ്യമാണല്ലോ ജോർജിയ. അപ്പോൾ ഇവിടെ വന്നിട്ട് വൈനറിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാതെ എന്താണല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് വൈനറി കരീബയിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഗൈഡിനോട് ചാച്ചനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും പവർഫുൾ ഡ്രിങ്ക് ആണ് കേട്ടോ അവിടുത്തെ. അതിനെപ്പറ്റി നമ്മുടെ ഗൈഡ് പറയുന്നത് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം അത് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത്. Vodka is from Russia, but in vodka alcohol percent is 40. Maximum. 40. But in Chacha, minimum alcohol percent is 40. Minimum. We have 50, 70, 60, 80% alcohol. Very strong. Yeah, this is the strongest drink. And if you want to try Chacha, okay, I have homemade Chacha in my home. Okay. If you want, I will bring tomorrow, and I will give you half liter. I have no problem. It will be gift from me. Okay. ആള് നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും പക്ഷെ ഞങ്ങളത് വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആള് മറക്കും ചെയ്ത്, ഞങ്ങൾ പിന്നെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തില്ല. കാരണം നമ്മൾ ഒരു സുവനിയർ മാർക്കറ്റിൽ പോയപ്പോൾ ഇവിടെ ഭയങ്കര എല്ലായിടത്തും കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ ഈ വൈനാണെങ്കിൽ ലിക്കർ അല്ലാതെ നമുക്ക് ടേസ്റ്റ് നോക്കാനൊക്കെ. അപ്പോൾ ഒരു ലേഡി ചാച്ച നമ്മളോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു സിപ്പ് എല്ലാവരും കഴിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും അതിൻ്റെ സ്ട്രോങ്നെസ് മനസ്സിലായി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് കാരണമാണ് പിന്നെ ആളോടൊന്നും ഓർമ്മിപ്പിക്കുക കാര്യങ്ങളോ ചെയ്യാതിരുന്നത്. നമുക്ക് അധികം ഓക്കെ ആവണ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ അല്ല, അത്രയ്ക്കും സ്ട്രോങ് ആണത്. ലാസ്റ്റ് നമ്മളിതേ കരീബയിൽ എത്തിയിരിക്കുകയാണ്. വൈനറി കരീബയിൽ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അതിൻ്റെ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും അതായത് നമ്മൾ വൈനറി കരീബയിൽ ഉള്ളിൽ കയറുന്നതിൻ്റെ അവൻ്റെ ആ ഒരു കോട്ടയാടൊക്കെ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂൺ അതെല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഈ ഒരു വൈനറി കരീബ എന്ന് പറയുന്നത് ഇത് അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു വൈനറിയാണ്. ഇത് ഏകദേശം ഒരു 7 കിലോമീറ്റേഴ്സോളം ഉണ്ട് ഇതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് തന്നെ. പക്ഷേ ഇതിൽ വൈനിൻ്റെ സെക്ഷൻ മാത്രമാകുമ്പോൾ വേറെ സെപ്പറേറ്റ് കിലോമീറ്റേഴ്സിൻ്റെ ഒരു കണക്ക് കാര്യങ്ങളൊക്കെ വേറൊരു ഗൈഡ് നമുക്ക് ഇവിടെ പറഞ്ഞു തരാനായിട്ടുണ്ടായിരുന്നു. ആൾ പറയുന്നത് ഞാൻ ആളുടെ ഓൺ വോയിസ് തന്നെ ഇതിൽ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അറിയുന്നുണ്ടായിരിക്കും. പിന്നെ വൈനറി കരീബയിൽ പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക, അത്യാവശ്യം നല്ല തണവുണ്ട്. ഇത് അണ്ടർഗ്രൗണ്ട്, അതായത് ഈ ഒരു നാച്ചുറലിയാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പാറയുടെ ഇടയിൽ കൂടെ ഉള്ള ഒരു വൈനറിയാണ്. അത് കാരണം തന്നെ അത്യാവശ്യം നല്ല തണവാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ജാക്കറ്റ്സ് കാര്യങ്ങൾ ഇട്ട് നമ്മൾ പോകുന്നതായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ. നമ്മൾ ഇത്രത്തോളം തണവ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ഷോർട്ട് ഡ്രസ്സ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തണവ് കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഋതുവിനൊക്കെ പിന്നെ ഹുഡി ടൈപ്പ് ഡ്രസ്സായ കാരണം തന്നെ അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് നന്നായിട്ട് തണവ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അല്ല, തണവ് വലിയ കുഴപ്പമില്ലാത്ത, എനിക്കൊന്നും അത്ര വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണ്. തണവ് എനിക്ക് ഓക്കെയാണ് എത്ര കൂടുതലാണെന്നുണ്ടെങ്കിൽ. പക്ഷേ എങ്കിൽ കൂടിയും എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് പോണവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിച്ചോളൂ, അത് ബെറ്റർ ആയിരിക്കും. Kilometer long. It is a penetrating tunnel and it goes to the other side of the mountain. There are also 13 connecting tunnels, and total length of all tunnels together is 7.7 kilometers. Yes, its construction started in 1959, and why it was constructed, there are two different stories about this tunnel, the official story and the unofficial story. According to the official story, this tunnel was built originally as a wine cellar.
after Georgia became a part of the Soviet Union, Soviet government decided to develop every region of the country in one industrial sector and ഇതിൻ്റെ പിന്നിൽ 2 സ്റ്റോറീസ് ഉണ്ടെന്നാണ് അവർ പറയുന്നുണ്ടായിരുന്നത്. ഞാൻ ഫുള്ളായിട്ടുള്ള അവരുടെ ആ ഒരു സംസാരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാതെയാണ്, അത്യാവശ്യം വലിയ ലെങ്തി ആവുമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ അത്രയും ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒഫീഷ്യൽ എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയതെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. 1956 ആ ഒരു ഇയറിൽ ഇതിനായിട്ട് അവർ വൈനറി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതല്ലാതെ അൺഒഫീഷ്യൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് ഈ യുദ്ധം കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു ടൈമിൽ അവർ ഒളിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ലേറ്റർ അത് വൈനറി ആക്കി മാറ്റി എന്നുള്ള രീതിയിലാണ് ഒരു അൺഒഫീഷ്യൽ സ്റ്റോറി പറയുന്നത് കേട്ടോ. ഞങ്ങൾ കൂടുതൽ വിശ്വസിച്ച അൺഒഫീഷ്യൽ സ്റ്റോറി ആയിരുന്നു. പിന്നെ ഇത് കുറേ നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് തന്നെ അത്യാവശ്യം കുറേ ബോട്ടിൽസ് കാര്യങ്ങൾ അങ്ങനെ അടുക്കിടക്കി വെച്ചിരിക്കണം കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ഇവർ വൈൻ സെർവ് ചെയ്യുക വിത്ത് ബ്രെഡും ചീസും പിന്നെ ഒരു ഒലീവ് ഓയിൽ പോലത്തെ ഒരു സംഭവം. ഒലീവ് ഓയിൽ അല്ല, അത് വേറെ എന്തോ ഒരു പേര് പറഞ്ഞു, എനിക്കിപ്പോൾ അത് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഈ ഒരു ബോക്സ് ഉണ്ട്, ഈ ഒരു വുഡൻ ബോക്സ് എന്ന് പറയുന്നത്, ഇതിലാണ് പണ്ട് കാലങ്ങളിൽ ജോർജിയൻസ് വൈൻ ഉണ്ടാക്കിയിരുന്നത്. ഇതിൽ നമ്മൾ ഗ്രേപ്പ് ഫ്രൂട്ട് എല്ലാതും ഇട്ട് കഴിഞ്ഞിട്ട് അവർ കാല് വെച്ച് ചവിട്ടി അത് ഭയങ്കര ആ ഒരു ലിക്വിഡ് ഫോമിലായി കഴിഞ്ഞാൽ ഈ ഒരു മാൻ ഹോളിലാണ് അവർ ഇടാറുള്ളത്. ഈ ഒരു ഹോളിലാണ് അവർ ഒഴിച്ച് വെക്കാറുള്ളത്. എന്നിട്ട് ഇതാ ഇപ്പം ആ ഒരു ലേഡിയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ബോക്സ് പോലത്തെ ഒരു പാത്രം കണ്ടില്ലേ, അതിലാണ് അവർ വൈന് എടുക്കുക. പിന്നെ ഇത് അവർ ശരത്തേട്ടൻ അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ചെറുതാണ്, ഇതിൽ ജസ്റ്റ് 200 ലിറ്റേഴ്സ് ഓഫ് വൈനേ കൊള്ളൂ എന്നുള്ളതെന്നാണ് പറയണവർ. അപ്പോൾ ഇതിനേക്കാളും വലുത് വേറെയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഫുൾ നമ്മൾ ഈ ഒരു വൈനറിയുടെ ഉള്ളിൽ കൂടെ നമ്മൾ നടന്ന് കഴിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു അവർ നമുക്ക് ഈ ലെക്ചർ കാര്യങ്ങൾ എടുത്തു തരുന്ന ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതേ കണ്ടില്ലേ, ഇങ്ങനെയാണ് അവർ വൈൻ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ക്ലീനിങ് കാര്യങ്ങൾ എങ്ങനെയാണ്, പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്കത് പറഞ്ഞു തന്നു കേട്ടോ. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. ജസ്റ്റ് ഈ വൈന് കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെക്കുന്നതിൻ്റെ മുന്നേ ഈ വലിയൊരു ഹോള് അവർ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കും. ക്ലീൻ ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന വാട്ടറും അവരതിൽ നിന്ന് ഫുള്ളായിട്ട് എടുത്ത് മാറ്റിയതിൻ്റെ ശേഷമാണ്, അത്രയും വെൽ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് അവർ വൈന് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വൈനിൽ ഈസ്റ്റോ കാര്യങ്ങളോ വേറെ ഒന്നും ഈ ഒരു ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഡ് ചെയ്യണില്ല എന്നാണ് പറയുന്നത്. ഈ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ സ്കിന്നിൽ തന്നെയുള്ള ചില ബാക്ടീരിയാസ് കാര്യങ്ങളാണ് അത് തന്നെയായിട്ട് അത് ഫെർമെൻറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഈസ്റ്റോ കാര്യങ്ങളോ അവർ ആഡ് ചെയ്യുന്നില്ല. ആ ഒരു പോയിൻ്റ് കൂടി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഈസ്റ്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇട്ടിട്ടാണ് ആ ഒരു ഫെർമെൻറ്റേഷൻ നമുക്ക് സെറ്റായിട്ട് വരുള്ളൂ. ഇവിടെ അവർ ഫെർമെൻറ്റേഷൻ ആണെങ്കിൽ ഹോൾ പ്രോസസ്സിൽ വേറെ ഒരു കെമിക്കൽസോ വേറെ ഒന്നും അവർ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. ഫുള്ള് നാച്ചുറലി ആണ്. ഫുള്ള് ഈ ഒരു ഗ്രേപ്പിൽ നിന്ന് മാത്രമാണ് അവരുടെ സ്കിന്നിലുള്ള ആ ഗ്രേപ്പിൻ്റെ സ്കിന്നിലുള്ള ബാക്ടീരിയാസ് തന്നെയാണ് അവർ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവർ ഈ ഒരു ക്ലാസ് കാര്യങ്ങളൊക്കെ എടുത്ത് തന്നതിൻ്റെ ശേഷം പിന്നെ കൊണ്ടത് വൈൻ ടേസ്റ്റിങ്ങിനായിരുന്നു. ഈ വൈനറി കരീബയിൽ എൻട്രി ഫീസ് ഉണ്ട്. 10 dirhams ആണ് എൻട്രി ഫീസ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്കത് വൈൻ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 35 dirhams അല്ല, ഇവിടെ 35 ലാറിയാണ് ഒരാൾക്ക് വരിക. അതല്ല ജസ്റ്റ് എൻട്രി മാത്രമാണെന്നുണ്ടെങ്കിൽ 10 ലാറി. അതർവൈസ് നിങ്ങൾക്കത് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ 35 ലാറി. അപ്പോൾ അവർ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഒന്നുമല്ല, അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് ആ ഒരു ഗ്ലാസ്സിൽ അവർ ഒഴിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 35 ലാറിയുടെ 2 ടിക്കറ്റും 10 ലാറിയുടെ 2 ടിക്കറ്റുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് മോർ ദാൻ ഇനഫ് ആയിരുന്നു കേട്ടോ ആ ഒരു അങ്ങനെ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ. അപ്പോൾ അവർ ഫസ്റ്റ് നമുക്ക് തന്ന 2 വൈനും അത്യാവശ്യം നല്ല രീതിയിൽ കയ്പും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ വൈന് നല്ല എൻ്റെ ഒരു ഇതിൽ ഭയങ്കര മധുരമായിരിക്കും അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതുവരെ കഴിച്ചിട്ടുള്ളതൊക്കെ. അത്യാവശ്യം മധുരമുള്ള ടൈപ്പായിരുന്നു. ഇത് ഭയങ്കര കയ്പ്പാണ്, നമുക്ക് കഴിക്കാൻ പറ്റില്ല ആ ഒരു ടേസ്റ്റിൽ. പിന്നെ ഇവരിതിൽ തന്നിട്ടുള്ള ആ ഒരു ബ്രെഡും ചീസാണെങ്കിലും എനിക്ക് അത് ഒരുമിച്ച് കഴിച്ചപ്പോൾ എനിക്ക് വലിയൊരു ടേസ്റ്റ് കാര്യങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഒഴിച്ച് തന്നത് ഈ ഒരു ഇതിൻ്റെ ഏത് പേരാന്നുള്ളത് ഓർമ്മയില്ല. ഇതെനിക്ക് ഭയങ്കര കയ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ സെക്കൻഡ് എടുത്തതും എനിക്ക് മാത്രമല്ല കേട്ടോ, എനിക്ക് നിത്യക്കും ഭയങ്കര കയ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ശരത്തേട്ടനും ഉണ്ണിയും സെയിം തന്നെയാണ് പറഞ്ഞത്, അവർക്കും ഭയങ്കര കയ്പായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തരിപ്പോ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര കയ്പ്പ്. നമുക്കത് ഒരു ഹാഫ് ഗ്ലാസ് ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും, അത്രയ്ക്കധികം കയ്പ്പായിരുന്നു. പിന്നെ അവർ ലാസ്റ്റ് ഒഴിച്ച് തന്ന ഒരു റെഡ് ഗ്രേപ്പിൻ്റെ ഒരു വൈൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു.
വാങ്ങിയിട്ടുണ്ടായിരുന്നു റൂമിലേക്ക്. 2 വൈൻ ബോട്ടിലായിട്ട് വാങ്ങി, ചേച്ചിക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങോട്ട് വരുന്ന ടൈമിൽ മൊത്തം, അതായത് ഉണ്ണിയും 2 വൈൻ ബോട്ടിൽ വാങ്ങി, ഞങ്ങളും വൈൻ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 4 വൈൻ ബോട്ടിൽ നമ്മുടെ ലഗേജിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. തിരിച്ച് നമ്മൾ വീടെത്തിയപ്പോഴത്തേനും അതിലത്തെ 2 പൊട്ടി, 2 ബോട്ടിൽസാണ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ, ഇപ്പോൾ ഹസ്ബൻഡും വൈഫും കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 35 ലാരിയുടെ ഒരു ടിക്കറ്റും ഒരു 10 ലാരിയുടെ ടിക്കറ്റും എടുക്കുന്നതായിരിക്കും ബെറ്റർ. രണ്ടും 35 ലാരി എടുക്കണേക്കാട്ടിയും നല്ലത് അങ്ങനെയായിരിക്കും കേട്ടോ. കാരണം നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി അവർ ഒഴിച്ച് തരുന്നുണ്ട്. അത് ഒഴിച്ച് തരുന്നത് നമുക്ക് ഫുള്ള് മേ ബി നമുക്ക് ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല. അത്യാവശ്യം കയ്പ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമായത് ഒരു ലാസ്റ്റ് ഒരു ബ്ലൂ ബോട്ടിലിൽ വന്ന ഭയങ്കര ഡാർക്ക് കളറായിട്ടുള്ള ആ ഒരു വൈൻ ഉണ്ടല്ലോ, അത് ഭയങ്കര നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് ഓൾമോസ്റ്റ് ഒരു 38 ലാരിയോട്ടെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. ഒരു ബോട്ടിലിന്, 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലിന് 35 ലാരിയാണ് വരുന്നത്. പിന്നെ അവരിത് ഓപ്പൺ ചെയ്യുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ സെയിം ഓപ്പണിങ് തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ റൂം എന്നത് എങ്ങനെ തുറക്കും എന്നുള്ളത് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളിന്ന് രാവിലെ അല്ലെന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് തുറക്കാൻ നോക്കി. പക്ഷെ ഒട്ടും തുറക്കാൻ പറ്റണില്ല. ഈ ഒരു വൈൻ ഓപ്പണർ തന്നെ വേണം തോന്നുന്നു ഇത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കുറേ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ വൈൻ ബോട്ടിൽസൊക്കെ വാങ്ങുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വൈൻ ഓപ്പണറും കൂടി ഒന്ന് വാങ്ങിക്കോളൂ കേട്ടോ, അതിൻ്റെ ആ ബോട്ടിൽ ഓപ്പണർ. എന്നാലാണ് നമുക്ക് ശരിക്കും പോലെ അതൊക്കെ ഒന്ന് തുറന്ന് കഴിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒപ്പം സെർവ് ചെയ്തിരുന്ന ആ ബ്രെഡും ചീസും കൂടി കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ കഴിച്ചിട്ട് വലിയ ടേസ്റ്റ് തോന്നിയില്ല. ചെറുത്തേട്ടൻ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ വൈനറി കരീബേന്ന് ഇറങ്ങി നേരെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഫ്രണ്ടിലുള്ള കോർട്ട്യാർഡിൽ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നമുക്ക് ഫോട്ടോയ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കിടിലൻ ഫോട്ടോസ് കിട്ടും. ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ ഇവിടെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഏൻഷ്യൻ മ്യൂസിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു, വീണ്ടും വന്ന് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ വേറെ അടുത്ത ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സിറ്റി ഓഫ് ലവും, പിന്നെ അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എല്ലാതും ഇതുപോലെ വലിയ ലോങ് വീഡിയോ ആയിട്ട് എടുക്കുമ്പോൾ മേ ബി ചില ആൾക്കാർക്ക് ബോറടിക്കുന്ന ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ ഉള്ളതൊക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരിക്കുന്നു ഈ വൈനറി കരീബിയുടെ വീഡിയോ അത്യാവശ്യം ലെങ്തിയാണ്. പക്ഷേ ഇത് ഞാൻ ഷോർട്ടാക്കുന്ന പറ്റുന്നിടത്തോളം ഞാൻ ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഷോർട്ടാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയ കാരണമാണ് ഞാൻ ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ഈ ഡേ തന്നെ നമ്മൾ പോയിട്ടുള്ള ഈ ഒരു ചർച്ചാണെന്നുണ്ടെങ്കിലും സിറ്റി ഓഫ് ലവിൻ്റെയും വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ജേർണിയുടെ നമ്മുടെ ഈ ടൂർ പാക്കേജിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ള വീഡിയോയും വിത്തിൻ 2 ഡേയ്സിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. പിന്നെ ആരെങ്കിലും എൻ്റെ വീഡിയോ ഫസ്റ്റായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.